അവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അത് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മളിത് കൂടുന്നത്. അപ്പോൾ അതിൽ മരിച്ചവരും കുറ്റവരെ നഷ്ടപ്പെട്ടവരും എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ഓർക്കുന്നു. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കേരള മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് നമ്മുടെ സ്നേഹനഗർ അസോസിയേഷന്റെ പേരിൽ നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സ്നേഹനഗറിന്റെ വാർഷിക പൊതുയോഗത്തിലുള്ള എല്ലാ പ്രാസംഗികരോടും പ്രസംഗം വളരെ ലളിതവും ചുരുക്കിയും പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വലിയ രീതിയിൽ നമ്മൾ ഈ പൊതുയോഗം നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കുട്ടികളുടെ കുറച്ച് കലാപരിപാടികൾ ഗാനങ്ങളൊക്കെ ആസ്വദിക്കാമെന്നായിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അതെല്ലാം ഒഴിവാക്കി ചെറിയ രീതിയിൽ എങ്കിലും ഒരു വാർഷിക പൊതുയോഗം നമ്മൾ കൂടുകയാണ്. വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും ഇത് നടക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന അന്തരീക്ഷത്തിലാണ് നാം എല്ലാം മലയാളികളാകത്ത്. നമ്മുടെ വയനാടിൻ്റെ ദുരന്തം നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്താകെയുള്ള മുഴുവനെ സംബന്ധിച്ചു ഏറെ ഭയാനകമായ സംഭവമാണ് നടന്നത്. നമ്മളെ പോലെ തന്നെ കിടന്നുറങ്ങുകയും ഒരു പാതിരാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലം മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോവുകയും ചെയ്ത ജീവനും സ്വത്തും നമുക്കാർക്കും പകരം വെക്കാൻ കഴിയില്ല. എങ്കിലും നമ്മളെല്ലാവരും നാടിൻ്റെ പൊതുവായ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം വയനാടിൻ്റെ ദുരന്തബാധിതരെ സഹായിക്കുവാൻ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് മൊമെന്റോ വിതരണം, ഉദ്ഘാടനം, ഒരു ആദരിക്കൽ, ഇത്തരം ചടങ്ങുകളാണ്. ആ ചടങ്ങുകളിലേക്ക് ഏറ്റവും തിരക്കേറിയ സാറിനെ ബിജു സാറിനെ വളരെ സന്തോഷത്തോടെ ആദരവോടെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഒരു ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്. ആർക്കും സന്തോഷിക്കാൻ വല്ലാത്തൊരു ഫീലിംഗിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷത്തിൽ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ഒരവസ്ഥ, ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഉറ്റവരും ഉടയവരും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ വീടും ബാക്കി എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ, ആരും പ്രതീക്ഷിക്കാതെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഈ വേളയിൽ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവരവരെ കൊണ്ട് ഒക്കുന്ന സഹായം, അത് രാഷ്ട്രീയമോ ജാതിയോ മറ്റ് മതമോ ഒന്നും തന്നെ നോക്കാതെ മനുഷ്യരെന്നുള്ള ഒറ്റ പരിഗണന മാത്രം വെച്ചുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സഹായം, അവരവരെ കൊണ്ട് ഒക്കുന്ന സഹായം, അത് ഏത് തരത്തിലുള്ളതായാലും ആ സഹായങ്ങൾ
നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു ബാക്കിയുള്ള ഒരു സഹായമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനാൽ എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നേരത്തെ തന്നെ കൂടുതലായിട്ട് സംസാരിക്കണം വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ചില കാര്യങ്ങൾ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് ഇപ്പൊ പോലീസിന്റെ ആയിരുന്നാലും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആയിരുന്നാലും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു റോളാണെന്ന് പറയുന്നത്. ഇപ്പൊ ഈ നാട്ടിൽ ഒരു മോഷണം നടക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വിഷയം നടക്കുന്നു, അപ്പോൾ രാത്രികാല പട്രോളിങ്ങുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോലീസ് സേനയിൽ ഇപ്പൊ എല്ലാ ഏരിയയിലും എല്ലാ ദിവസവും പട്രോളിങ്ങിന് പോലീസിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഡീറ്റെയിൽസിൽ തന്നെ ഉണ്ട് അതാത് റെസിഡൻസ് അസോസിയേഷനുകളിലുള്ള അവര് പറയുന്ന നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളും. ഈ നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ വേറെ തെറ്റിദ്ധരിക്കണ്ട. അതില് വെച്ചാൽ നൈറ്റ് പട്രോളിങ്ങിന് പോകുന്നതാണ്. അപ്പൊ അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇതുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാത്രികാല പട്രോളിങ്ങുകളൊക്കെ നടത്തുന്നതിനും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെ പുതുതായിട്ട് ഒരാൾ താമസത്തിന് വന്നാൽ അയാൾ എവിടെ നിന്നാണ് വന്നത്, അയാളുടെ ജോലി എന്താണ്, അയാൾ എന്തിനൊക്കെ ഇടപെടുന്നു എന്ന് പെട്ടെന്ന് ഒരു സംശയം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഞാൻ കൂടുതലായിട്ട് നിർമ്മിക്കുന്നില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ സമീപിക്കുക. കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഇത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് പറ്റിയ സമയവും സന്ദർഭവും അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ അർത്ഥത്തിലും എല്ലാ കുടുംബവുമായി ബന്ധമുള്ളവരായി വരണം. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഉയർന്നു വരണം. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ലൈബ്രറി നമുക്ക് ഉദ്ഘാടനം കഴിയാൻ കഴിയും. മാത്രം പോരെ. ഇപ്പൊ ഇവിടെ ഞാൻ ചരവം ഇവിടെ മരണപ്പെട്ടവരുടെ പേരുകൾ വായിക്കുന്നുണ്ട്. അതൊരു ചടങ്ങുകളൊക്കെ പോയി. അങ്ങനെയല്ല, ഓരോ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. അതിന് ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് വരുമ്പോൾ പ്രധാനമായും ഫണ്ട് ഒരു ഘടകമാണ്. നമ്മുടെ ഇടയിൽ ധാരാളം രോഗികളുണ്ട്, ധാരാളം വിഷമം അനുഭവിക്കുന്നവർ എപ്പോഴും ഉണ്ട്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഈ നാട്ടില് നല്ലൊരു വിഭാഗം ആളുകൾ കഷ്ടപ്പെടുന്നവരാണ്.